IPL-ൽ പഞ്ചാബ് കിങ്സിനെതിരെ മിച്ചൽ സാന്റ്നർക്കും താക്കൂറിനും ശേഷം 9-ാം നമ്പറിൽ ബാറ്റിംഗിനിറങ്ങിയ മുൻ നായകൻ MS ധോണിക്കെതിരെ പരിഹാസവുമായി ആരാധകർ. അവസാന 2 ഓവറിൽ മാത്രം ബാറ്റിംഗിനിറങ്ങുന്ന പതിവ് തുടർന്ന ധോണി ഇന്ന് പഞ്ചാബിനെതിരെയും 19-ാം ഓവറിലാണ് ബാറ്റിംഗിനിറങ്ങിയത്. 13-ാം ഓവറിലെ അവസാന പന്തിലാണ് ചെന്നൈക്ക് മൊയിൻ അലിയുടെ വിക്കറ്റ് നഷ്ടമായത്. എന്നാൽ ധോണി ക്രീസിലെത്തുമെന്ന് കരുതിയ ആരാധകരെ ഞെട്ടിച്ച് മിച്ചൽ സാന്റ്നറാണ് ചെന്നൈക്കായി ക്രീസിലെത്തിയത്. 14-ാം ഓവറിലെ അവസാന പന്തിൽ സാന്റ്നർ പുറത്തായപ്പോഴും ആരാധകർ ധോണിയെ പ്രതീക്ഷിച്ചെങ്കിലും അവരെ അമ്പരപ്പിച്ചുകൊണ്ട് താക്കൂറാണ് ക്രീസിലെത്തിയത്. 19-ാം ഓവറിലെ 4-ാം പന്തിൽ 11 പന്തിൽ 17 റൺസെടുത്ത താക്കൂർ പുറത്തായ ശേഷമാണ് ധോണി ക്രീസിലെത്തിയത്. അപ്പോൾ 8 പന്തുകൾ മാത്രമായിരുന്നു ചെന്നൈയുടെ ഇന്നിംഗ്സിൽ അവശേഷിച്ചിരുന്നത്. ഹർഷൽ പട്ടേലിനെ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ധോണി ബൗൾഡായി പുറത്താവുകയും ചെയ്തു. ഈ സീസണിൽ അവസാന 2 ഓവറിൽ ഇറങ്ങി തകർത്തടിച്ചിട്ടുള്ള ധോണി നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ചെന്നൈ സ്കോർ 180 കടക്കുമായിരുന്നുവെന്ന് ആരാധകർ പറയുന്നു. പഞ്ചാബിനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ അവസാന ഓവറിൽ സിംഗിൾ ഓടാതെ സ്ട്രൈക്ക് നിലനിർത്തിയതിന്റെ പേരിലും ധോണിക്കെതിരെ ആരാധകർ വൻ വിമർശനം ഉയർത്തിയിരുന്നു. മറുവശത്തുണ്ടായിരുന്ന ഡാരിൽ മിച്ചൽ സിംഗിളിനായി ഓടിയെങ്കിലും അദ്ദേഹത്തെ തിരിച്ചയക്കുകയായിരുന്നു. പഞ്ചാബിനെതിരെ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസാണ് നേടിയത്. 26 പന്തിൽ 43 റൺസെടുത്ത രവീന്ദ്ര ജഡേജയാണ് ചെന്നൈയുടെ ടോപ്പ് സ്കോറർ. IPL-ൽ ധോണി തന്റെ ബാറ്റിംഗ് പൊസിഷനിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ.